അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചോളമാണ്, പച്ച ചോളം. ഇതല്ല നമ്മളതിന്റെ ഈ ഇതളൊക്കെ അടുത്താതെ തന്നെ നമുക്കിത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഈ മഴ സീസണിൽ നമ്മളിവിടെ വരുന്നൊരു സംഭവം. ഇത് മക്ക എന്നാണ് ഇവിടെ പറയുന്നത് ഈ സാധനത്തിന്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യാം. ഇതിപ്പോ നാട്ടിലൊക്കെ കിട്ടുമല്ലോ ഈ സാധനം, ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴൊക്കെ കണ്ടായിരുന്നു ഈ സാധനമൊക്കെ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഒരു 4 മണി പലഹാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് അരിയുന്ന രീതിയും കൂടെ ഒന്ന് കാണിച്ചേക്കാം. ഇത് ഇങ്ങനെ അടർത്തി എടുക്കല്ലേ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നമുക്കറിയാലോ ചോളം പൊട്ടിത്തെറിക്കും. അപ്പൊ ഈ എണ്ണയിലൊക്കെ ഇടുമ്പോഴത്തേക്കിനെ പൊട്ടിപ്പോകും. അപ്പൊ നമ്മുടെ മുഖത്തൊക്കെ വീഴും. അപ്പൊ അത് കാരണം നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അപ്പൊ അരിയുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ പകുതി ഇട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതിയേ. എന്നിട്ട് വേണം നമുക്കിത് ഇതിന്റെ പരിപാടിയിലേക്ക് കടക്കാനായിട്ട്. അതെ, അപ്പൊ ഇതൊന്ന് അരിഞ്ഞ് മുഴുവൻ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതിപ്പോ നമുക്ക് ഇതല്ലാതെ വേറെ പരിപാടി ഉണ്ട്. ഇത് നമ്മൾ ചുമ്മാ ആവിയിൽ പുഴുങ്ങിയിട്ട് ചുമ്മാ നമ്മൾ മുളക് പൊടി മഞ്ഞളും ഒക്കെ ഇട്ട് ഇവിടെ കിട്ടും സാധനം. അതിന് മറ്റേ ചാട്ട് മസാല ഒക്കെ തേച്ച് അങ്ങനെ കഴിക്കാം. മറ്റേ കനലിൽ ചുട്ടെടുത്ത് കഴിക്കാം. പല രീതിയിൽ ഈ സംഭവം അപ്പൊ ഇത് മുഴുവൻ നമ്മളൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കട്ടെ. അപ്പൊ നമ്മുടെ ചോളം നമ്മളിത് മുഴുവൻ അരിഞ്ഞ് റെഡിയാക്കി. അതിന്റെ കമ്പാണ്. അതന്നെ അത് എടുത്ത് മാറ്റി നമ്മള് സംഭവം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തേക്ക് നമ്മള് കടലമാവാണ് ഇടുന്നത്. നമ്മള് കടലമാവ് ഇതിന്റെ അകത്തിട്ട് നമ്മള് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ നല്ല ഞെരടി തന്നെ മിക്സ് ചെയ്യണം. ഇതിന്റെ അകത്ത് വേറെ അധികം വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കണം. കാരണം നമ്മുടെ എണ്ണ ചൂടാക്കണം. അത്യാവശ്യം നല്ല ജലാംശമുള്ള സാധനമാണ്. അതിനാൽ ഇത് നല്ല മധുരമാണ്. നല്ലതായിട്ട് ഉണ്ടല്ലോ വിളഞ്ഞ കോണം. എന്റെ സ്റ്റൗ ഒന്ന് ഓൺ ആക്കിയേക്കണം. അതെന്താണെന്നറിയോ, ഈ കോണുണ്ടല്ലോ ഇരിക്കുന്ന അനുസരിച്ച് ഇതിന്റെ അകത്ത് വെള്ളം ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ നമുക്കത് കാരണം ഉണ്ടല്ലോ പെട്ടെന്ന് ഇത് വെയിറ്റ് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ കൂടുതൽ പൊടി ഇടേണ്ടി വരും. അപ്പൊ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഈ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇനിയും ടേസ്റ്റിനായിട്ട് ആവശ്യമായിട്ട് നമ്മള് വേറെ നമ്മുടെ മുളക് പൊടിയും ഇതൊക്കെ ചേർക്കുന്നത്. അപ്പൊ ഇത് വെള്ളം ഇറങ്ങുന്ന കേട്ടോ. അത് കാരണം ഉണ്ടല്ലോ നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അതെ, എക്സ്ട്രാ വെള്ളത്തിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇത് കൂടുതൽ നേരം ഇങ്ങനെ അങ്ങ് കുഴച്ച് വെച്ചേക്കാന്ന് വെച്ചോണ്ടല്ലോ ഇതിൻ്റെ അകത്ത് കൂടുതൽ വെള്ളം ഇറങ്ങും. അപ്പൊ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രം ഇത് അരിഞ്ഞെടുക്കുക. പെട്ടെന്ന് ഉപ്പും മുളക് പൊടിയും. അതെ, ഇപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പൊടി ഐറ്റംസ് കംപ്ലീറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ 1/4 ടീസ്പൂണ് മുളക് പൊടി. എരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവേ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇനിയും ഉപ്പും കൂടെ ചേർക്കണം. ഇത്ര സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ്. ഇത് എടുക്കുമ്പോ ഞെരടി എടുക്കണേ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടി നമ്മൾ ചേർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിയോ വെള്ളം കുറയോ ഒക്കെ അത് നമ്മുടെ പ്രശ്നം വരും. അപ്പം ഇത് നമ്മൾ പെരിയെ ഇട്ട് കൊടുക്കുമ്പോഴല്ലോ നമുക്ക് വേണ്ടി ഇങ്ങനെ പിടിച്ചാൽ ഇതുപോലെ ഇരിക്കുകയും ചെയ്യണം. ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടത്തില്ലേ, ആ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഇത് ഈ ഹോട്ടലുകളിലൊക്കെ ഉണ്ടല്ലോ ഒരു സ്റ്റാർട്ടർ ഡിഷായിട്ട് കിട്ടുന്ന ഒരു സാധനം. നമുക്ക് വീട്ടിലൊക്കെ 4 മണിക്ക് അതല്ലേ ഒരു ഇടപ്പലഹാരം പോലെ നമ്മൾ കഴിക്കുകയും ചെയ്യാം. നമ്മൾ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പിടിക്കട്ടെ. ഇനി അടുത്ത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഒരു സ്വല്പം വെള്ളം എടുത്ത് വെച്ചേക്കുക. കൈ ഒന്ന് മുക്കി വെച്ചിട്ട് പിന്നെ നമ്മുടെ മാവ് ഒരു ചെറിയ ഉരുളകളാക്കി, വലിയ ഷേപ്പ് ഒന്നും വേണമെന്നില്ല, പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ല, ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുണ്ടല്ലോ നമ്മള് മറ്റേ മുഴുവൻ ആയിട്ട് ഇട്ടാലുണ്ടല്ലോ ഇത് പൊട്ടിത്തെറിക്കും. അതാണ് എടുത്തിട്ട് നമ്മള് ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും.
ഇതാകുമ്പോൾ അത്രയ്ക്ക് പ്രശ്നമില്ല. അപ്പൊ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ടിട്ട് ഇതൊന്നും വറുത്ത് ഒന്ന് കോരിയെടുക്കാം. അപ്പൊ നമ്മുടെ പരിപാടി ഏകദേശം കഴിയാറായി. ഇത് അവസാനത്തെ സംഭവം കൂടെ നമുക്ക് വറുത്ത് പോരാം. സംഭവം നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ, നല്ല ടപ്പേന്ന് നിൽക്കുന്നത്. നമുക്കൊരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ലൊരു ക്രിസ്പി എഫക്റ്റും ഉണ്ട്. കുഞ്ഞു പിള്ളേർക്ക് മാത്രമല്ല, വലിയ പിള്ളേർക്ക് ഇഷ്ടം. നല്ല അടിപൊളി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. ഉപ്പ്, ഒരു ചെറിയ എരിവ്, ചെറിയ മധുരം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. മധുരം ഏകദേശം പോയി. ഇപ്പൊ ആ ഉപ്പിന്റെയും ചെറിയ എരിയുടെയും ആ ഒരു ഇതാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇതൂടെ കോരി എടുത്തേക്കാം. അപ്പൊ ഈ കോണ് കിട്ടുവാണെങ്കിൽ ഒന്ന് ഈ സംഭവം ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉള്ള എന്ന് നമ്മൾ ഒരേ തരം മറ്റേ 4 മണി പലഹാരം കഴിക്കാതെ ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു 4 മണി പലഹാരം കഴിക്കാൻ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതിങ്ങനെ നമ്മള് മുറിച്ചിടണേ. കോണിന്റെ ഇതുണ്ടല്ലോ പൊട്ടിത്തെറിക്കും. പണ്ടൊരിക്കലേ നമ്മളങ്ങനെ ചെയ്തിട്ട് എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ ഇതുപോലെ നമുക്ക് മുറിച്ചെടുത്തിട്ട് കടലമാവും അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നമ്മുടെ മുളക് പൊടി ചേർത്ത് ഇതുണ്ടോ, സംഭവം നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്തു. നല്ല ടേസ്റ്റാണ്, ഗ്യാരണ്ടിയാണ് സംഭവം. ഒരു വ്യത്യസ്തമായ ഒരു പുതിയ ഡിഷ്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇത് വളരെ വ്യത്യസ്തമായിട്ടൊരു 4 മണി പലഹാരമാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഇതല്ല, പക്ഷെ നല്ല ടേസ്റ്റ്. ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ ഇത് കമന്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്ന സംഭവം എന്നുള്ള. അപ്പം എന്താ പറയുന്നത്, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ വ്യത്യസ്തമായ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലും ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് റെഡിയാക്കിക്കോ. പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അറിയാൻ മേലാത്ത ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് നോക്കുക. അപ്പം വ്യത്യസ്തമായ വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.